വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1,24,000 വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചരിത്ര സംഭവമായ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ദൗത്യം എന്നിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്കുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ വൈഹ്യങ്ങളോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് വരുന്നതിന്റെ പരിസമാപ്തിയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹമാകുന്ന അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സമാപ്തിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. 23 വർഷ കാലയളവിനുള്ളില് പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ആശയതലങ്ങളെയും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, ഖിയാമത്ത് നാൾ വരെയുള്ള വരുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയ മതഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആനിനെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, മതത്തിനെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഈ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ട് നബി തങ്ങൾ പറയുന്നു, ഇതേ നിങ്ങൾ 1,00,000-ൽ പരം ആളുകൾ മാത്രമാണുള്ളത്. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ആശയമാണ്, അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് എത്തിക്കേണ്ട ആശയമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇന്ന് ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയവരുണ്ടോ, ആ ഒരുമിച്ച് കൂടിയവർ ഇത് എത്താത്തവരിലേക്ക്, ഇവിടെ വരാത്തവരിലേക്ക്, ഈ ആശയം എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സഹാബത്തിനോട് വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ ഇവിടെ സ്ഥാപനം നടത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ താഹിറുൽ അബ്ദുൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനബകൾ അവിടെ മുഹിമ്മാത്ത് എന്ന സ്ഥാപനം എന്തിന് നടത്തുന്നു? അതിന്റെ അപ്പുറം പോയാൽ മൽഹറുൽ ഫസൂദ് തങ്ങൾ എന്തിന് സ്ഥാപനം നടത്തുന്നു? അതിന്റെ അപ്പുറം പോയാൽ ബായാറിൽ തങ്ങൾ എന്തിന് സ്ഥാപനം നടത്തുന്നു? അങ്ങനെ തുടങ്ങിയിട്ട് പ്രഗത്ഭരായ മഹാരഥന്മാരായ സദാതുക്കള് എന്തിനാണ് ഈ സ്ഥാപനം നടത്തുന്നത്? എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് എന്നതിലേക്കൊന്ന് സംക്ഷിപ്തമായി കടക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും ഉള്ളത് അഹ്ലു ബൈത്താണ്. നമുക്കെപ്പോഴും ആശയായുള്ളത് അഹ്ലു ബൈത്താണ്. നമുക്കെപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോ പറയാനുള്ളത് അഹ്ലു ബൈത്താണ്. നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോ മനസ്സിന് സമാധാനം തരാനുള്ളത് അഹ്ലു ബൈത്താണ്. എന്തെന്നല്ലേ അത് കാണിച്ചു തന്നതാരാണ്? അത് ഇന്നോ ഇന്നലെയോ സാദാത്തുക്കൾ ഉണ്ടാക്കിയ ഒരു ആശയമല്ല. ജനങ്ങളൊന്ന് വിളിച്ചുകൂട്ടിയിട്ട് സാദാത്തുക്കൾ എടുക്കൽ വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് അങ്ങ് ദിക്ർ ചൊല്ലിക്കൊടുക്കുക, അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക, അവരുടെ പ്രയാസങ്ങളൊന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രതിസന്ധികൾക്ക് അന്വേഷിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണിക്കുക. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ.
സാദാത്തുക്കളുടെ ഉപ്പാപ്പയായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. സഹാബത്ത് അനുയായികളെ പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അവര് പോയത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്കാണ്. സഹാബത്തിന് വല്ല പ്രയാസമുണ്ടോ? പ്രയാസം വരുമ്പോ നേരെ പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിലേക്കാണ്. അതേ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ സമയത്ത് കണ്ണുപോയപ്പോ ആ കണ്ണിങ്ങനെ തെള്ളി നിൽക്കുന്ന, തൂങ്ങി നിൽക്കുന്ന കണ്ണുമായിട്ട് പോയത് വൈദ്യരെ സമീപിക്കാനല്ല. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കണ്ണ് പ്രയാസമുണ്ടോ? എന്റെ കണ്ണിലേക്കിതാ എന്റെ കണ്ണ് താഴെ തൂങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ നബിയേ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് സമാശ്വസിപ്പിക്കുകയാണ്, ക്ഷമിച്ചോ, വലിയ പ്രതിഫലമുണ്ട്. അല്ല നബിയേ, ഞാനൊരു പുതിയ പടയാണ് നബിയേ. എന്റെ ഭാര്യ അടുക്കൽ പോകുമ്പോ എന്റെ കണ്ണീ രൂപത്തിൽ തൂങ്ങി നിന്നാലോ ഒരു പ്രയാസമുണ്ടാകുമല്ലോ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട ഉമ്മുനീരെടുത്തിട്ട് ആ സഹാബിയുടെ കണ്ണങ്ങനെ വെച്ചു കൊടുത്തപ്പോ സഹീഹുൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സഹാബിന്റെ ആ കണ്ണിനിക്കെന്നല്ല, മറ്റേ കണ്ണിനിക്ക് പോലും മരിക്കുന്നതുവരെ ഒരു ചെങ്കണ്ണ് രോഗം പോലും വന്നിട്ടില്ല. എത്രയെത്ര ഉദാഹരണങ്ങളാണ് മുഅ്മിനീങ്ങളെ നമുക്ക് പറയാനുള്ളത്. അതേ ഇത്തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താധാരയുമായിട്ട് വന്നിട്ട് ഇത് ഇന്നലെയോ ഇന്നോ തങ്ങന്മാര് വയർവീർപ്പിക്കാൻ ഉണ്ടാക്കിയതാണെന്ന് ആശയം പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ചിത്രതയുണ്ടാക്കുമ്പോ, മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോ എന്റെ ഡോക്ടർമാരെ കാണണ്ടയോ? ഇങ്ങനെ വിശ്വസിക്കലത് ശിർക്കല്ലേ? തങ്ങന്മാർക്ക് മന്ത്രി ചോദിയാൽ രോഗം സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസോ അത് അല്ലാഹുവിലുള്ള വിശ്വാസമല്ലേ? അത് ശിർക്കല്ലേ? ആ രൂപത്തിലുള്ള ആശയങ്ങളുമായിട്ട് ഏതെല്ലാം പുത്തനാശയക്കാരൻ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. കുടിക്കാൻ വെള്ളമില്ലാത്ത സാഹചര്യം ഒന്ന് പ്രയാസപ്പെടുകയാണ് സഹാബത്ത്. കുടിക്കാൻ വെള്ളമില്ല, ഉളുവെടുക്കാൻ വെള്ളമില്ല, എന്തു ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂല് എല്ലാ വെള്ളത്തിനെ ശേഖരിച്ചൊരു ചെറിയ പാത്രത്തിൽ കൊണ്ടുവന്ന് അവിടത്തെ ശറഫാക്കപ്പെട്ട വിരളങ്ങ് അതിലേക്ക് വെച്ചു കൊടുത്തപ്പോ സംശുദ്ധമായ വെള്ളം വിരളിൽ നിന്ന് പൊട്ടിവലിച്ചു. സഹാബത്ത് മുഴുവനും അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചു. സഹിയായ പരമ്പരയോടെ ഹദീസുകൾ രേഖപ്പെടുത്തിയില്ലയോ? അല്ലാഹു